ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് നമ്മൾ ആദാം ഹവ്വ അവർ രണ്ടുപേരും നന്മതിനുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നതിന് ശേഷം യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. അതുകൊണ്ട് അവർ നഗ്നരെന്ന് അവർക്ക് ബോധമുണ്ടായതുകൊണ്ട് അവർ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു. തങ്ങളെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് തങ്ങളെ തന്നെ മാറ്റി നിർത്തി ദൈവമുമ്പാകെ അവർക്ക് തങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യാൻ, തങ്ങളെ തന്നെ ദൈവമുമ്പാകെ കാണിക്കാൻ അവർക്ക് വിമുഖത തോന്നിയത് കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അത് ദൈവം അവരെ വിളിക്കുന്നുണ്ട്, മനുഷ്യ നീ എവിടെ എന്ന് ദൈവം വളരെ സ്നേഹത്തോടെ അതവനെ വിളിക്കുന്നുണ്ട്. എന്നാല് നമ്മള് സുവിശേഷ ഭാഗത്ത് നമ്മൾ യേശു ക്രിസ്തുവിനെ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും മനുഷ്യൻ പാപം നിമിത്തം ആയിപ്പോയ വല്ലാത്തൊരു അവസ്ഥയിൽ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാപം ചെയ്ത ഒരു മനുഷ്യൻ എത്രത്തോളം പരിതാപകരമായി പോകുന്നു, എത്രത്തോളം വികൃതമായി പോകുന്നു, എത്രത്തോളം താഴെ ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് യേശു ക്രിസ്തുവിനെ നമ്മൾ പീലാത്തോസിന് മുമ്പിൽ കാണുകയുണ്ടായി. നമ്മൾ അടുത്ത 3-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. അതിന് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ നഗ്നന് നിന്നോട് ആർ പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് ദൈവത്തോട് മനുഷ്യൻ പറയുന്ന ആൻസർ ഇതാണ്, ഞാൻ തിന്നു എന്നല്ല പറയുന്നത്, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അപ്പോ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. എല്ലാ സമയത്തും മനുഷ്യരുടെ ഒരു പ്രകൃതം ഇതാണ്. കാരണം എൻ്റെ തെറ്റുകൾ എനിക്ക് അംഗീകരിക്കാൻ പലപ്പോഴും വിമുഖതയുണ്ട്. ഉദാഹരണത്തിന് ഇങ്ങനെ സങ്കല്പിക്കുക, ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ എൻ്റെ റൂമിന്റെ നടുക്ക് ഒരു കൊച്ചു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവച്ചിരുന്നു. ഞാൻ അതിൽ നടന്നു പോയപ്പം ഈ ഗ്ലാസ് എൻ്റെ കാല് തട്ടി, ഈ ഗ്ലാസ്സിലെ വെള്ളം പോയി ഗ്ലാസ് പൊട്ടി. ഉടനെ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കും, ഇവിടാണോ ഗ്ലാസ് കൊണ്ടുവെക്കുന്നത്, വേറെ സ്ഥലമൊന്നുമില്ലേ, മനുഷ്യൻ നടക്കുന്നിടത്ത് ഈ ഗ്ലാസ് കൊണ്ടുവെക്കാൻ പാടുണ്ടോ എന്നുള്ള പ്രതികരണമായിരിക്കും എൻ്റെ പെട്ടെന്നുണ്ടാകുന്നത്. എന്നാൽ ഇതേ സംഭവം തന്നെ ഞാൻ അവിടെ ഒരു വെള്ളം കൊണ്ടുവച്ചു, ഒരു ഗ്ലാസ് വെള്ളം കൂടെ അവിടെ കൊണ്ടുവച്ചു, വേറെ ആരെങ്കിലും അത് തട്ടി പൊട്ടിച്ചു എന്ന് വിചാരിക്കുക, പൊട്ടിപ്പോയി. എനിക്ക് സംഭവിച്ച അതേ കാര്യം വേറെ ആൾക്ക് സംഭവിക്കുമ്പോൾ എൻ്റെ പ്രതികരണം വേറെ തിരിച്ചായിരിക്കും, ഇങ്ങനായിരിക്കും. ഒരു ഗ്ലാസ് അവിടെ ഇരുന്നിട്ട് അത് കണ്ണിന് കാഴ്ചയില്ലേ, അത് കാണാൻ പറ്റിയില്ലേ എന്നുള്ള പ്രതികരണമായിരിക്കും നമ്മളിൽ നിന്ന് പെട്ടെന്നുണ്ടാവുക. അപ്പം ഒരേ കാര്യം തന്നെ ചെയ്യുന്നത് രണ്ട് മനോഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ ആദാം പറഞ്ഞത് ഞാൻ തിന്നു എന്നുള്ള വസ്തുതയല്ല പറയുന്നത്. വസ്തുത പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ടല്ല പറയുന്നത്, നീ എന്നോടുകൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നുപോയി. രണ്ടാം സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തായി ചെയ്തത്? 13-ാമത്തെ വാക്യത്തില് യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവിടെയും സ്ത്രീ, ഈ ആദാമും ഹവ്വയും ഈ പഴം പറിച്ച് തിന്നതിന് ശേഷം ഒരു എക്സ്ക്യൂസ്, ഒരു ഒഴിവ് ദൈവം പറയുകയാണ്. കാരണം ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചു, ഇത് നേരെ മറിച്ച് ഇന്ന സാധ്യതകൾ, ഇന്ന ഫോഴ്സ്, ഇന്ന സ്വാധീനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ ചെയ്തു പോയി എന്നുള്ളതാണ്. ഇവിടെ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് സംഭവിച്ചു പോയി എന്ന് പറയുന്നില്ല. അതിന്റെ അടുത്ത വാക്യം വായിക്കുന്നത്, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്. പാമ്പ് എക്സ്ക്യൂസ് ഒന്നും പറയുന്നില്ല, പാമ്പ് ഒഴിവൊഴിയൊന്നും പറയുന്നില്ല, അവൾക്ക് മോഹമായി കൊണ്ട് ഞാൻ പറിച്ചു, അല്ലെ ഞാൻ പ്രേരിപ്പിച്ചു ഒന്നും പറയുന്നില്ല. ദൈവം പാമ്പിനോട് ഡയറക്റ്റ് പറയുവാണ്. എന്താ പറയുന്നത്? യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉറസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും. ദൈവം പാമ്പിനൊരു ശാപം കൊടുക്കുവാണ്. കാട്ടുമൃഗങ്ങളിൽ വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കും.
നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വരാനുള്ള ചിന്ത വന്നിട്ടുള്ള ചിന്ത പക്ഷെങ്കിൽ വന്നിട്ടുള്ളതായിരിക്കും, അല്ലെ വരാൻ സാധ്യതയുള്ള ചിന്ത, ദൈവം ഈ മനുഷ്യനെ ശപിച്ചു എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിലെങ്ങും മനുഷ്യനെ ശപിച്ചതായിട്ട് നാം വായിക്കുന്നില്ല. ഇവിടെ പാമ്പിനെ ശപിച്ചു. മുന്നോട്ട് നമ്മൾ വരും, ഭൂമി ശാപഗ്രസ്തമായി ശപിക്കപ്പെട്ടു. ഈ പാമ്പും ഭൂമിയുമല്ലാതെ ദൈവം ഈ ആദാമിനെ ഹവ്വായെ ശപിച്ചതായിട്ട് ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ദൈവം ഈ മനുഷ്യനെ ശപിച്ചില്ല. അതിന് കാരണം ഒരു ദിവസം ദൈവം ഇവരെ അനുഗ്രഹിച്ചതായിരുന്നു. അതേ ദൈവം തന്നെ ദിവസങ്ങൾക്ക് ശേഷം ഇവരെ ശപിക്കുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ദൈവം പാമ്പിനോട് പറഞ്ഞത്, നീ എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് ശപിക്കപ്പെട്ടിരിക്കും. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും. ഇത് നമുക്കൊരു കാര്യം ചിന്തിക്കൽ തെറ്റില്ല. ഈ പഴം പറിച്ച് തിന്നാൻ ഹവ്വായെ പ്രേരിപ്പിക്കുന്നവരെ ഈ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് നടന്നിരുന്ന ഒരു ജീവി ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ധ്വനി നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ദൈവം പാമ്പിനോട് ശപിച്ചിട്ട് പറയുന്നതാണ്, ശാപഗ്രസ്തമായ ഒരു അനുഭവം പാമ്പിന് ദൈവം കൊടുക്കുന്നതാണ്. നിന്റെ ആയുഷ്കാലമൊക്കെ നീ ഉരസുകൊണ്ട് ഗമിക്കും. അപ്പൊ അതിന്റെ അർത്ഥം, അതിന്റെ താല്പര്യം, അതുവരെ ഉരസുകൊണ്ടായിരുന്നില്ല ഗമിച്ചത് എന്ന ഒരു ഇൻഡയറക്റ്റ് മീനിങ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉരസുകൊണ്ട് ഗമിക്കും, നിലത്തെ പൊടി നിന്റെ ആഹാരമായിരിക്കും. നീ അതിന്റെ 15ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണിതെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതിക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും. സ്വാമിനോടാ പറയുന്നത്, സർപ്പത്തോടാ പറയുന്നത്. ഈ സർപ്പം എന്ന് പറയുന്നത് സാത്താനാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. 1000 ആണ്ടത്തേക്ക് ചങ്ങലയിടുന്ന, പിശാചിനെ ചങ്ങലയിടുന്ന ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് പഴയ പാമ്പ് എന്നുള്ള ആ കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അത് ഈ പിശാച് ഏത് മൃഗത്തിൽ, ഏത് ജന്തുവിൽ കുടിയിരിക്കുന്നോ ആ ജന്തുവിനെയാണ് നമ്മൾ പാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പാമ്പിലാണ് ഈ പിശാച് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പ്രവേശിച്ചത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അത് ദൈവം ഉണ്ടാക്കുന്നതല്ല, ഇത് ശത്രുത്വം ഉണ്ടാകും, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് സ്ത്രീയുടെ സന്തതി എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്. നമ്മള് ഗലാത്യലേഖനത്തിലൊക്കെ വായിക്കുന്നല്ലോ, കാലസമ്പൂർണ്ണത വന്നപ്പോൾ അവൻ തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ ജനിച്ചവനായിട്ട് അയച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അമ്മയെ യേശു ക്രിസ്തു എല്ലാ സമയത്തും സംബോധന ചെയ്തിരുന്നത് അമ്മ എന്നല്ല, സ്ത്രീ എന്നാണ്. യേശു ക്രിസ്തുവിൻ വന്നത് ഒരു അമ്മയുടെ മോനായിട്ടല്ല, നേരെ മറിച്ച് സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. യേശു ക്രിസ്തുവിനെ മറിയ പ്രസവിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രവചന ഭാഗം നിവൃത്തീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, ജനിച്ചത് ഒരു സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. സ്ത്രീയിൽ നിന്നാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാനിടയായത്. ഇവിടെ പറയുന്നു സ്ത്രീയുടെ സന്തതി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ, പിശാചിനും തമ്മിൽ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, പിശാചിനെ അവന്റെ സർവ്വ ആയുധവർക്കും വെപ്പിച്ച് ക്രൂശിന്മേൽ യേശു ക്രിസ്തു ജയോത്സവം കൊണ്ടാടി. എന്ന് മാത്രമല്ല, ഈ പിശാചിന്റെ എല്ലാ കാലത്തും യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്കും യേശു ക്രിസ്തുവിനും ഈ പിശാചിനോട് എല്ലാ കാലത്തും ശത്രുതയുണ്ട്, പോരാട്ടമുണ്ട്. പിശാചിനെ യേശു ക്രിസ്തു ക്രൂശിൽ
തോൽപ്പിച്ചവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്നാൽ ആ പിശാചിന് ഇന്നും ഈ ഭൂമിയിൽ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും ദൈവം പിൻവലിച്ചിട്ടില്ല. അത് ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നത്, നിർത്തുന്നത് ആ പിശാചിനെ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ടുകൊണ്ടാണ്. അത് വെളിപ്പാട് പുസ്തകം വായിക്കുന്നു. അത് താമസം വിനാ ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ളൊരു കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവിന് ശേഷം 7 വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യമാണെന്നൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ 15-ാം വാക്യത്തിൽ നാം വായിച്ചത്, സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പൊ ഞാൻ ഈ ഭാഗം ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ചിന്തിച്ചപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, അത് എൻ്റെ വ്യക്തിപരമായ തോന്നലാണ്. ഈ ദൈവത്തിന്റെ ഈ കൽപ്പന ലംഘിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഹൗവ പ്രസവിക്കുന്നത്, അല്ലെ സ്ത്രീകൾ പ്രസവിക്കുന്നത് ഇങ്ങനെയുള്ള വേദനയോട് കൂടി ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ധ്വനി നമുക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയും. വേദനയോടുകൂടി മക്കളെ പ്രസവിക്കേണ്ടി വന്നത് ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ടാണ് എന്ന് ഇവിടുത്തെ ആ ഒരു പരാമർശത്തിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. ഈ 16-ാമത്തെ വാക്യം വായിക്കുന്നു. അതെ, 16-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും നൽകും, ഗർഭധാരണം ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആശ നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, 16-ാമത്തെ വാക്യത്തിൽ മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുത് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഭൂമി ശപിക്കപ്പെടാനുണ്ടായ കാരണം ആദാം ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ടാണ്. അതുവരെ ഭൂമി ശപിക്കപ്പെട്ടതല്ല. എന്നാൽ ശപിക്കപ്പെട്ട ഒരു ഭൂമിയിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഹൗവ തന്നെ പറയുന്നുണ്ട്, ഒരു മകനെ കിട്ടുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അവിടെ പറയുന്നുണ്ട്, ഹൗവ പറയുന്നുണ്ട്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മുള്ളും പരക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. എന്താ മുള്ളും പരക്കാരി ലോകത്തിൽ മുളയ്ക്കാനുള്ള കാരണം? കർത്താവ് യേശു അല്ലാതെ ആദാം പാപം ചെയ്തത് കൊണ്ട് മുള്ളും പറക്കാരിയും ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ മുളയ്ക്കാനിടയായി. അതുവരെ മുള്ളും പറക്കാരിയും ഭൂമിയിൽ ഇല്ലായിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തു, മുള്ളും പറക്കാരിയും ലോകത്തിൽ മുളച്ചു. 19-ാമത്തെ വാക്യം, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോണം മുഖത്തെ വീർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. 20-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു. 21-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം തോലുകൊണ്ട് അവരെ ഉടുപ്പിക്കുമല്ല, തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അവർക്ക് എത്ര പൊക്കമുണ്ടോ, എത്ര വണ്ണമുണ്ടോ, അങ്ങനെയാണല്ലോ നമ്മുടെ അളവൊക്കെ എടുത്താണല്ലോ ഷർട്ടോ അല്ലെ ബ്ലൗസോ ഒക്കെ തയ്ക്കുന്നതെന്ന് പറഞ്ഞ പോലെ തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. തോൽ അവിടെ ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു മൃഗം അവിടെ കൊല്ലപ്പെട്ടിരിക്കണം. ആ മൃഗത്തിന്റെ തോല് ദൈവം അവരുടെ ശരീരഘടനയ്ക്കനുസൃതമായിട്ട് അവരുടെ ആ തോല് കൊണ്ട് ദൈവം ഉടുപ്പുണ്ടാക്കിയിട്ട് അവരെ ധരിപ്പിച്ചു. ദൈവത്തിന്റെ ദയ, മനുഷ്യനോടുള്ള കരുണ, സ്നേഹം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ അടുത്ത വാക്യത്തില് നമ്മൾ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 23-24 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യനെ ഇങ്ങനെ ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ പോവാ. തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ പോകുമ്പോഴും ദൈവം ചെയ്യുന്ന കാര്യം അവർക്ക് വെറും നഗ്നരായിട്ട് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുമല്ല. നേരെ മറിച്ച് ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോൽ കൊണ്ട് അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവർക്കൊരു ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചതിന് ശേഷമാണ് അവരെ തോട്ടത്തിൽ പുറത്താക്കി കളയുന്നത്.
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് ചെയ്ത കാര്യം, മഹാപുരോഹിതൻ വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്ത് കളഞ്ഞു. ആ സമയത്തും യേശു ക്രിസ്തു പത്രോസിനെ വാള് ഉറയിലിടുക എന്ന് പത്രോസിനോട് പ്രബോധിപ്പിച്ച ശേഷം ചെയ്ത കാര്യം, ഈ മഹാപുരോഹിതന്റെ ചെവി അവിടെ സൗഖ്യമാക്കുക ചെയ്തത്. ആ മുറിവെല്ലാം ശരിയാക്കി സൗഖ്യമാക്കുക ചെയ്തത്. എല്ലാ സമയത്തും ദൈവത്തിന്റെ നിരന്തരമായ മനുഷ്യവർഗത്തിനുള്ള നിരന്തരമായ സ്നേഹം എല്ലാ കാലത്തും നമുക്ക് മനുഷ്യനുള്ള ഇടപെടലിൽ നമുക്ക് കാണാൻ കഴിയും. അത് എത്രമാത്രം മനുഷ്യൻ പാപം ചെയ്താലും പാപിയായ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന നിമിത്തമാണ് ദൈവം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലാതിരിക്കെ എല്ലാ മനുഷ്യരും പാപികളായി ദൈവത്തിന്റെ എതിരായി നിൽക്കുന്ന സമയത്താണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാപികൾക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ അയച്ചത്. അത് ദൈവത്തിന്റെ എത്രയോ മഹാസ്നേഹമാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ 22-ാമത്തെ വാക്യത്തില് ദൈവം മനുഷ്യൻ 23-ാമത്തെ വാക്യം, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. 24-ാമത്തെ വാക്യം കാണുന്നത്, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഗ്രഹിക്കാൻ കഴിയുന്നത്, ഇറക്കി എന്ന് പറഞ്ഞാൽ നമ്മള് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് എഫേസ്യരിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പൊ കയറി എന്ന് പറഞ്ഞാൽ എൻ്റെ അത് അവിടെ തന്നെ ഹിഡനായിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു അർത്ഥമുണ്ട്, ഒരു കാര്യമുണ്ട്. കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പൊ അങ്ങനാണെങ്കിൽ ഇറക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ച് ഉയരത്തിൽ നിന്ന്, കുറച്ച് ഉന്നതമായ അവസ്ഥയിൽ നിന്ന് ഏതോ താണ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ താഴ്ത്തി കളഞ്ഞതിനെയാണ് ഇങ്ങനെ മനുഷ്യനെ ഇറക്കി കളഞ്ഞു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന സത്യം നമുക്ക് അതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നു. ഈ ഏദനിലെ തോട്ടം എന്ന് പറയുന്നത്, ഏദനിൽ കിഴക്ക് ദൈവം ഉണ്ടാക്കിയ തോട്ടം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, അത് ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമുള്ള സ്ഥലമായിരുന്നു, ഒരു പ്രത്യേക സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ദൈവം മനുഷ്യനെ ഇറക്കിക്കളഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാല്, ഇവനെ എടുത്തിരുന്ന നിലത്തേക്കാണ് ഇവനെ ഇറക്കിയത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഏദൻ തോട്ടത്തിലെ ഏദനിലെ ആ പൊടി കൊണ്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, നേരെ മറിച്ച് അതിൽ വ്യത്യസ്തമായ സ്ഥലത്ത് നിന്നാണ് ഉള്ള പൊടി കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ആ ഭാഗത്ത് നമുക്ക് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. എന്തിനാ ഇറക്കിക്കളഞ്ഞ്? അവനെ എടുത്തിരുന്ന നിലത്ത് അവൻ കൃഷി ചെയ്യേണ്ടതിന് വേണ്ടി അവനെ ഇറക്കിക്കളഞ്ഞു എന്ന് മാത്രമല്ല, 24-ാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഏദൻ തോട്ടത്തിലേക്കുള്ള വഴിയിൽ, അതാ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴിയിലല്ല, ഏദൻ തോട്ടത്തിലേക്ക് തന്നെ കടക്കണമെങ്കിൽ അവിടെ ഒരു കെരൂബുകളെ ദൈവം നിർത്തി, കാവലായിട്ട് നിർത്തി. തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകളെ നിർത്തി. അപ്പോ ആർക്കെങ്കിലും ഈ തോട്ടത്തിലേക്ക് ഇനി കടക്കണമെങ്കിൽ, ഈ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് വശത്തൂടെയാണ് ഈ തോട്ടത്തിലേക്ക് കടക്കാനുള്ള വഴി അന്ന് ദൈവം ഉണ്ടാക്കിയിരുന്നത്. സമാന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സമാന കൂടാരത്തിന്റെ കിഴക്ക് വശത്താണ് 20 മുഴം വീതിയിലുള്ള അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. സമാന കൂടാരത്തിന്റെ കിഴക്ക് വശത്താണ്. ഇവിടെ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് വശത്ത് ആ തോട്ടത്തിലേക്കുള്ള വഴിയില് ദൈവം ആക്കിയിരുന്നത് ദൂതനെ കെരൂബുകളെ ദൈവം തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ദൈവം കെരൂബുകളെ കാവൽ നിർത്തി. എന്നാൽ ഇനിയിപ്പോ ആരെങ്കിലും ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ
ഈ കെരൂബുകളുടെ തിരിയുന്ന വാളിന്റെ ഇടയിൽ കൂടെ അല്ലാതെ കടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കടക്കുമ്പോൾ ഇവന്റെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനെ ആദ്യമായിട്ട് ആ തോട്ടത്തിലേക്ക് കടന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആണെന്ന് ആത്മീയമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. കാരണം കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ജീവനെ മരണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ കെരൂബുകളുടെ വാളിന്റെ വെട്ടേറ്റുകൊണ്ട് ഈ തോട്ടത്തിലേക്ക് കടന്നു എന്നുള്ളത് നമുക്ക് അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വാളെ ഉണരുക, ഇടയനെ വെട്ടുക എന്നൊക്കെ നമ്മൾ ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഈ തോട്ടത്തിലേക്ക് ദൈവം ഇറക്കിക്കളഞ്ഞ കെരൂബുകളെ കാവൽ നിർത്തിയ തോട്ടത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ചത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആത്മീയമായിട്ട് ആ തോട്ടത്തിലേക്ക് യേശു പ്രവേശിച്ചു. യേശുവിന്റെ പിന്നാലെ ആർക്കെങ്കിലും ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും, ആ തോട്ടത്തിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് എത്തണമെങ്കിൽ ഈ വഴി അല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് തന്നെത്താൻ ത്യജിക്കണം, നാൾതോറും തന്റെ ക്രൂശ് എടുക്കണം, സ്വന്തം ജീവനെ വേണ്ടെന്ന് വെക്കണം, സ്വന്തം ജീവനെ ത്യജിക്കണം എന്നെല്ലാം പറയുന്നത് ആണ് ഈ കെരൂബിന്റെ തിരിയുന്ന വാളിന്റെ ജ്വാല എന്ന് പറയുന്നത്. അതിൽ കൂടെ മാത്രമേ ഈ തോട്ടത്തിലേക്ക് ഇനി ആർക്കെങ്കിലും പ്രവേശനം ഉള്ളൂ. അതല്ലാതെ വേറെ വഴിയില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, കായിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ച്, ഹവ്വ പറയുന്നു, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജയെ ലഭിച്ചു എന്നാണ് ഹവ്വയോട് പറയുന്നത്. എന്നാൽ യോഹന്നാൻ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് കാണുന്നത്, കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി ഹാവേലിനെ കൊന്നപോലെയല്ല എന്നാ നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ഇവിടെ ഹവ്വ പറയുന്നത് യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ ലഭിച്ചു എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി ജനിച്ചു എന്ന, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. അപ്പൊ നമ്മുടെ ലഭ്യതകളിൽ നമുക്ക് അതിൻ്റെ ഉറവിടം ഏതാണ് എന്ന് തെറ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഈ 2 വാക്യങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി അതിൻ്റെ മേലെ ഏറ്റവും ആത്യന്തികമായി എല്ലാ കാര്യത്തിനും മുകളിൽ ദൈവം തന്നെയാണുള്ളത്. അതിനൊരു മാറ്റമില്ല. ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവും. ദൈവത്തിന്റെ ഇഷ്ടമാണ് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്താതെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് തങ്ങളുടെ ഇഷ്ടത്തെ വിധേയപ്പെടുത്താതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും വിലക്കാറില്ല. സ്വന്തം ഇഷ്ടം ചെയ്താനുള്ള ദോഷത്തെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. ഇവിടെയും നമ്മളതാണല്ലോ കാണുന്നത്. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന ആൾ മരിക്കും എന്ന് ദൈവം ആദാമോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ആദാം സ്വന്തം ഇഷ്ടം ചെയ്തു, ആ ഫലം പറിച്ചു തിന്നു. അതിന്റെ അനന്തരഫലം ആദാം മാത്രമല്ല, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്ന സകലരും ഇന്നോയോളം അത് അനുഭവിക്കുന്നു. നാളെയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വിസമ്മതിച്ചിട്ട് സ്വന്തം ഇഷ്ടം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ദൈവം ചെയ്തതാണ് എന്ന് സങ്കല്പിക്കാൻ വളരെ അപകടകരമായ സാധ്യത മനുഷ്യ ജീവിതത്തിലുണ്ട്. ദൈവം ചെയ്യുന്നതിന് ആ ദൈവികമായ പരിവേഷം ഉണ്ടാവും, ദൈവത്തിന് നിത്യമായ ഒരു ഉദ്ദേശം ഉണ്ടാവും. കായിന്റെ സംഭവത്തിൽ നമുക്കറിയാം. മുന്നോട്ട് വരുമ്പോൾ കായിൻ എന്താണ് ചെയ്തതെന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായിൻ കൃഷിക്കാരനും ആയി തീർന്നു. രണ്ടുപേരും 2 തൊഴിൽ ഏർപ്പെട്ടു. 2 മക്കളും, കായിനും ഹാബേലും. കുഞ്ഞുങ്ങൾക്ക് പോലും, സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ ഈ കഥ എന്ന രീതിയിൽ ഈ കാര്യം അറിയാം. എന്ന് മാത്രമല്ല, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ മീറ്റിങ്ങുകൾക്കും അവരുടെ ആനിവേഴ്സറിക്കൊക്കെ പാടുന്ന കായിനും ഹാബേലിന്റെ കഥകളൊക്കെ പാട്ടായിട്ട് പോലും പാടാറുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്. കായിന് ഹാബേൽ 2 മക്കളെ ഈ ആദാം ജനിച്ചു. ഒന്നാമൻ കായിൻ, രണ്ടാമത്തെ ഹാബേല്. ഈ 2 പേരും ഇനി നമ്മൾ മുന്നോട്ട് കാണുമ്പോൾ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന കാര്യമാണ്.
കായീനും ഹാബേലും ദൈവത്തിന് വഴിപാട് കഴിച്ചു. അവിടെ കാണുന്ന കാര്യം, കായീൻ ഹാബേൽ കായിൻ്റെതിനേക്കാൾ ഉത്തമമായി യാഗം കഴിച്ചു എന്ന് നമ്മൾ, അതിനാൽ അവൻ്റെ ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ഭാഗങ്ങളുടെ പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകൾ ലേഖനങ്ങളൊക്കെ നാം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, കായീൻ ദൈവത്തിന് യാഗം കഴിച്ചു, ഹാബേലും യാഗം കഴിച്ചു. കായീന്റെ തൊഴിൽ എന്തായിരുന്നോ ആ തൊഴിലിൽ നിന്നാണ് അവൻ ദൈവത്തിന് യാഗം കഴിച്ചത്. ഹാബേലിന്റെ തൊഴിൽ എന്തോ അതിൽ നിന്നാണ് അവൻ യാഗം കഴിച്ചത്. അപ്പൊ ഈ യാഗം ദൈവം ഒരുവന്റെ പ്രസാദിച്ചതും ഒരുവന്റെ പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം പച്ചക്കറി ആയിരുന്നുകൊണ്ടോ ആടായതുകൊണ്ടോ അല്ല. നേരെ മറിച്ച് ഈ യാഗം കഴിച്ച വ്യക്തികളിൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവരുടെ യാഗത്തിന് ദൈവം പ്രസാദിക്കാതിരുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായ സമയത്ത് യേശുക്രിസ്തു പരീശന്മാരോട് തന്നെ അനുഗമിച്ചവരോട് ഇങ്ങനെ ചോദിക്കണ്ടായി, മൂഢന്മാരെ, ഏത് വലിയത്? ഏതാണ് വലിയത്? വലിയത് ഈ യാഗപീഠമാണോ വലുത്, അതോ വഴിപാടാണോ? വഴിപാടാണ് വലുതെന്ന് ചിന്തിക്കുന്ന കൂട്ടരോടാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. എന്നാൽ അവിടെ കർത്താവ് പറയുന്നത്, ഈ വഴിപാടിനെ ശുദ്ധീകരിക്കുന്നത് യാഗപീഠമായിരിക്കണം. യാഗപീഠമാണ് വഴിപാടിനെ ശുദ്ധീകരിക്കുന്നത്. ഈ വഴിപാടിനെ യാഗപീഠം ശുദ്ധീകരിക്കണമെങ്കിൽ ഈ യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. നമ്മൾ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗം അഥവാ വഴിപാട് ദൈവത്തിന് പ്രസാദമുള്ളതായി തീരത്തുള്ളൂ. അപ്പൊ യാഗവസ്തുവല്ല പ്രശ്നം, യാഗപീഠമാണ്. ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിന് യാഗം കഴിക്കുന്ന യാഗവസ്തുക്കളുമാണ്. അപ്പോൾ തന്നെ വസ്തുക്കളെ യാഗം കഴിക്കുന്ന യാഗപീഠവുമാണ്. അപ്പോൾ തന്നെ ഈ യാഗം കഴിക്കുന്ന പുരോഹിതനും നാം തന്നെയാണ്. അപ്പൊ അവിടെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു വഴിപാടായി തീരണമെങ്കിൽ, വഴിപാട് ആടാണോ അല്ലെങ്കിൽ പച്ചക്കറിയാണോ, ഇതൊന്നുമല്ല പ്രശ്നം. ഈ യാഗം കഴിക്കുന്ന യാഗപീഠം എപ്രകാരമുള്ളതാണെന്നുള്ളതാണ്. യാഗപീഠം വിശുദ്ധമാണെങ്കിൽ മാത്രമേ അതിൽ കഴിക്കുന്ന യാഗവും വിശുദ്ധമുള്ളതായി തീരത്തുള്ളൂ. യാഗപീഠത്തെ കുറിച്ച് വായിക്കുന്നു, അതിന് 7 പ്രാവശ്യം അതിനെ ശുദ്ധി ചെയ്യണം. 7 പ്രാവശ്യം രക്തം അതിന്റെ മേൽ തളിച്ച് അതിനെ അതിവിശുദ്ധമായിട്ട് തീർക്കണം. അങ്ങനെ അതിവിശുദ്ധമായി തീർന്ന യാഗപീഠത്തിൽ കഴിക്കുന്ന യാഗം മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരത്തുള്ളൂ എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും കർത്താവ് യേശുക്രിസ്തുവിന്റെ സംഭാഷണത്തിൽ നിന്നൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ സംഭവിച്ച കാര്യം, കായീൻ യാഗം കഴിച്ചു, ഹാബേൽ യാഗം കഴിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത്, കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, ഒരുവന്റെ പ്രസാദിച്ചില്ല. വളരെ ലളിതമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് പ്രസാദിച്ചത്. അതിന്റെ കാരണം, ഇവർ കഴിച്ച യാഗപീഠം അത് അവർ തന്നെയായിരുന്നു. ആ യാഗപീഠം വിശുദ്ധം അല്ല, അത് ദൈവത്തിന് പ്രസാദം അംഗീകരിക്കാൻ തക്ക പരുവത്തിലുള്ള ആയിരുന്നില്ല. കാരണം കായീനോട് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു, പാപം നിന്റെ വാതിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. എന്നാൽ ഈ ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ കായീൻ അവഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അനന്തരഫലമായിട്ട് ആ കായീന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവത്തിന് പ്രസാദമില്ലാതായി തീർന്ന, പ്രസാദിക്കാൻ കഴിയാതിരുന്ന ഒരു യാഗം ആണ് കായീൻ കഴിക്കാൻ ഇടയായി തീർന്നത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, 6-ാമത്തെ വാക്യത്തിൽ, എന്നാലേ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഇപ്പൊ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു യാഗം കായീൻ കഴിച്ചു, ദൈവം അംഗീകരിച്ചില്ല. അതുകൊണ്ട് കായീനിന്റെ മുഖം വാടാനിടയായി. മുഖം വാടിയപ്പോൾ അന്നേരം ദൈവം പറയുന്നത്, പാപത്തെ കീഴടക്കാതെ, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാണ്,
നീ അതിനെ കീഴടക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചല്ലോ, ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് ഇതായിരുന്നു. എല്ലാ സകല സൃഷ്ടികളുടെ മേലും നീ വാഴണമെന്ന് ആദാമിനോട് കൽപ്പിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ആദാമിന് ഒന്നിന്റെ മേൽ വാഴാൻ കഴിഞ്ഞില്ല. അതേ കാര്യം തന്നെയാണ് കായിനോട് ദൈവം പറയുന്നത്. പാപം എന്ന ഒരു വസ്തുത, പാപം എന്നാൽ അത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാണ് പാപമെന്ന് ഇന്ന് നമുക്കറിയാം. പാപം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് അതിലില്ല, പാപത്തിന് ലിസ്റ്റ് ഇല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് മുഴുവനും പാപമാണ്. ദൈവത്തിന്റെ ഇഷ്ടം, കായിനെ സംബന്ധിച്ച ദൈവത്തിന്റെ ഇഷ്ടം പാപത്തെ കീഴടക്കുക എന്നുള്ളതായിരുന്നു. അതോ അല്ലെങ്കിൽ ആദ്യ മനുഷ്യനായ ആദാമിനോട് പറഞ്ഞത് സകലത്തിന്റെ മീതെ നീ വാഴണമെന്നായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആദാമ് ചെയ്തില്ല. ആദാമിന് ജനിച്ച ആദാമിന്റെ മകനും അത് ചെയ്തില്ല. അവനും പാപത്തെ കീഴടക്കിയില്ല. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞവന് കായിന് പേരിട്ടു. എന്നാൽ നമ്മൾ അപ്പോസ്തല വചനത്തിൽ നാം കാണുന്നത് കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി ഹാബേലിനെ കൊന്നപോലെ അല്ല നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാപത്താൽ സ്വാധീനിക്കപ്പെട്ട, പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, പാപത്താൽ ഭരിക്കപ്പെടുന്ന, പാപത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കായിനെയാണ് നമ്മൾ കാണുന്നത്. അവൻ യാഗം കഴിക്കുന്നുണ്ട്, പക്ഷെ ദൈവം പ്രസാദിക്കുന്നില്ല. ഇന്നും പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ ഗോളത്തിൽ പോലും വേർപെട്ടവരെന്ന് അവകാശപ്പെടുന്നവരുടെ പോലും ഈ ഒരു സംഭവം ഇന്നും നിർബാധം തുടരുന്നുണ്ട്. അനേകരിൽ യാഗം കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും വേർപെട്ട ഗ്രൂപ്പുകളിലുള്ള, വേർപെട്ട് നിൽക്കുന്ന സമൂഹങ്ങളിലുള്ള അല്ല, മുഴു ക്രിസ്തീയ ഗോളങ്ങളിലുള്ള സകല മനുഷ്യരും യാഗം കഴിക്കും. അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് യാഗം കഴിക്കുന്നുണ്ട്. എന്നാൽ അനേകരുടെ യാഗത്തിൽ ഇന്നും ദൈവത്തിന് പ്രസാദമില്ല. കാരണം അവർ പാപത്തെ കാൽ കീഴെ വെതിച്ചു കളയാത്തവരാണ്, അല്ലെങ്കിൽ പാപത്തെ പാപമെന്ന് വിളിക്കാൻ ശങ്കിക്കുന്നവരാണ്. ഈ കാലത്ത് പാപം എന്നൊരു വാക്ക് വളരെ ക്രിസ്ത്യഗോളത്തിന് അപ്രത്യക്ഷമായി എന്ന് നമുക്ക് ഏറെക്കുറെ അറിയാം. പാപം ഒന്നും പാപമല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് ക്രിസ്ത്യഗോളം നമ്മളെ തന്നെ പരിശോധിക്കുക. നാം അങ്ങനെ വന്നുപോയിട്ടുണ്ടോ? 50 കൊല്ലം മുൻപ് പാപമെന്ന് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് അതിനെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കാതെ അതൊക്കെ സാധാരണ ലോകത്തെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്, എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള വളരെ ലളിതമായ ഒരു അവസ്ഥയിലേക്ക് നാം ആയിപ്പോയി. ഇന്ന് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യം അതാണെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. നിക്കോലോവരുടെ നടപ്പ്, അവരുടെ ഉപദേശം, നിക്കോലോവരുടെ ഉപദേശം പാപത്തെ ലേഖരിച്ച് കാണുന്നതാണ് അവരുടെ ഉപദേശം. ആ പാപത്തെ ലേഖരിച്ച് കാണുന്ന അവസ്ഥയിൽ പാപത്തെ പാപം വിളിക്കാൻ ശങ്കിക്കുന്ന അവസ്ഥയിൽ ആര് ദൈവത്തിന് യാഗം കഴിക്കുന്നോ ആ യാഗം ദൈവം ഒരിക്കലും ദൈവത്തിന് പ്രസാദമില്ല. ആ യാഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറപ്പെടുത്തില്ല. ആ യാഗം ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റുന്നൊരു യാഗമായി തീരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുക. നമ്മൾ യാഗം കഴിക്കുന്നുണ്ട്, നിർബാധമായി തുടരുന്നുണ്ട്, എന്നാൽ ദൈവത്തിന് അത് പ്രസാദമുള്ള യാഗമാണ്. പ്രസാദമുള്ള യാഗമായി തീരണമെങ്കിൽ പാപത്തെ ദൈവം വെറുക്കുന്ന പോലെ തന്നെ ആ പാപത്തെ നാമും വെറുക്കുന്നവരായി തീരണം. അങ്ങനെ പാപത്തെ വെറുത്ത് പാപത്തെ ജയിച്ച് ഈ ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തു ജയാളിയായി നടന്ന പോലെ പാപത്തിന് മേലുള്ള പൂർണ്ണ ജയം പ്രാപിച്ച് ഒരു ജയാളിയായി നടക്കാനാണ് ദൈവം എൻ്റെയും നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് എല്ലാവർക്കും 100% നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ സാധ്യമാവും. പാപത്തെ വെറുത്ത് ദൈവത്തിന് ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.